നമസ്കാരം. 24 റൗണ്ടപ്പിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. അഹമ്മദാബാദ് വിമാനാപകടത്തിന് കാരണം എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന സ്വിച്ച് ഓഫ് ആയതെന്ന് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. കോക്പിറ്റിലെ പൈലറ്റുമാരുടെ സംഭാഷണവും റിപ്പോർട്ടിലുണ്ട്. അട്ടിമറിക്കിയ നിലവിൽ തെളിവ് ലഭിച്ചിട്ടില്ലെന്നും AAIBയുടെ പ്രാഥമിക കണ്ടെത്തൽ. AAIB റിപ്പോർട്ടിനെതിരെ പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ രംഗത്തെത്തി. AI-171 വിമാനം അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത സെക്കൻഡുകൾക്കുള്ളിൽ വിമാനത്തിന്റെ എഞ്ചിനുകൾ പ്രവർത്തനരഹിതമായി. ഇതിന് പിന്നിലെ കാരണം ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫ് ആയതെന്നാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ കണ്ടെത്തൽ. ഒരു സ്വിച്ച് ഓഫായി 1 സെക്കൻഡ് ദൈർഘ്യത്തിൽ രണ്ടാമത്തെ സ്വിച്ചും ഓഫായി. ഇത് തിരിച്ചറിഞ്ഞ വിമാനത്തിലെ ഒരു പൈലറ്റ് എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് രണ്ടാമത്തെ പൈലറ്റിനോട് ചോദിച്ചു. താൻ ചെയ്തില്ലെന്നായിരുന്നു മറുപടി. കോക്പിറ്റിലെ ഓഡിയോയിൽ ഇത് വ്യക്തമാണ്. സ്വിച്ചുകൾ വീണ്ടും ഓൺ ചെയ്ത ശേഷം വിമാനം ഉയർത്താൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. ഒരു എഞ്ചിനിൽ നേരിയ ത്രസ്റ്റ് ഉണ്ടായെങ്കിലും രണ്ടാമത്തെ എഞ്ചിന് ത്രസ്റ്റ് കൈവരിക്കാൻ കഴിഞ്ഞില്ല. റൺവേയിൽ നിന്ന് 0.9 നോട്ടിക്കൽ മൈൽ ദൂരെ വിമാനം നിലം പതിച്ചു. വിമാനത്തിലെ റാം എയർ ടർബൈനും ആക്ടിവേറ്റ് ആയിരുന്നു. ടേക്ക് ഓഫ് ചെയ്ത് വിമാനം പറന്നത് 32 സെക്കൻഡുകൾ മാത്രം. പൈലറ്റുമാരുടെ ആരോഗ്യനിലയിലോ മാനസിക നിലയിലോ പ്രശ്നങ്ങളില്ല. പക്ഷി ഇടിച്ചതോ കാലാവസ്ഥ പ്രതികൂലമായതോ അപകടത്തിന് കാരണമല്ല. അട്ടിമറിക്ക് നിലവിൽ തെളിവുകളില്ലെന്നും വിശദമായ അന്വേഷണം തുടരുന്നുവെന്നും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അറിയിച്ചു. അന്തിമ റിപ്പോർട്ട് വന്നതിനുശേഷം വിശദമായി പ്രതികരിക്കാമെന്ന് വ്യോമയാന മന്ത്രി റാം മോഹൻ നായിഡു. അന്വേഷണത്തിന്റെ നിലവിലെ ദിശ പൈലറ്റുമാർക്കുമേൽ പഴിചാരാനാണെന്ന് AAIBയുടെ പ്രാഥമിക റിപ്പോർട്ടിനെ വിമർശിച്ച് പൈലറ്റ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ രംഗത്തെത്തി. രാജ്യത്തെ നടുക്കിയ അഹമ്മദാബാദ് വിമാന അപകടത്തിന്റെ കാരണം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണത്തിലൂടെ പുറത്തുവന്നെങ്കിലും ചില ചോദ്യങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നു. ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ എങ്ങനെ ഓഫായി എന്നതിലെ ദുരൂഹത ഇപ്പോഴും മാറുന്നില്ല. വിശദമായ അന്വേഷണത്തിനൊടുവിൽ ഇതിനും ഉത്തരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. R. അച്യുതൻ, 24, ഡൽഹി. പാലക്കാട് ചിറ്റൂരിൽ കാർ പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന 2 കുട്ടികൾ മരിച്ചു. 6 വയസ്സുകാരൻ ആൽഫ്രഡ് മാർട്ടിൻ, 4 വയസ്സുകാരി എമിലീന മരിയ മാർട്ടിൻ എന്നിവരാണ് മരിച്ചത്. അമ്മയും മറ്റൊരു കുട്ടിയും എറണാകുളത്തെ മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ഉച്ചകഴിഞ്ഞ് 2:30 4 വയസ്സുകാരി എമിലീനയുടെയും 3:15 6 വയസ്സുകാരൻ ആൽഫ്രഡിന്റെയും മരണം സ്ഥിരീകരിച്ചു. ആൽഫ്രഡിന് 75%, എമിലീനയ്ക്ക് 60% പൊള്ളലേറ്റിരുന്നു. പാലാരിവട്ടം മെഡിക്കൽ സെന്റർ ആശുപത്രിയിൽ ICUവിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ഇന്നലെ വൈകിട്ട് പാലക്കാട് ചിറ്റൂർ പൊൽപ്പുള്ളിയിൽ ഉണ്ടായ അപകടത്തിൽ അമ്മയും മക്കളും ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 4 പേർക്കാണ് പരിക്കേറ്റത്. അമ്മ എൽസിയുടെ നില ഗുരുതരമായി തുടരുകയാണ്. മൂത്ത മകൾ അലീന അപകടനില തരണം ചെയ്തതായി ഡോക്ടേഴ്സ് അറിയിച്ചു. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ ചിലവ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുമെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി 24നോട് പറഞ്ഞു. അതിപ്പോൾ നമ്മൾക്ക് എന്താ ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്യും. ഇപ്പോൾ ആശുപത്രി ചിലവെന്നൊക്കെ റവന്യൂ മിനിസ്റ്ററായിട്ട് ഇപ്പോൾ സംസാരിച്ചു, കളക്ടറായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് ചെയ്യും, അത് സർക്കാർ വഹിക്കും. അത് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള എന്താ വെച്ചാൽ മുഖ്യമന്ത്രിയും കൂടി വന്ന ശേഷം ഞങ്ങൾ കൂട്ടായി ആലോചിച്ചിട്ടേ ബാക്കിയുള്ള നടപടി എടുക്കുള്ളൂ. കാർ സ്റ്റാർട്ട് ചെയ്യുന്നതിനിടെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു. അപകടം സംഭവിച്ച കാർ ഫയർഫോഴ്സ് സംഘം പരിശോധിച്ചു. കാറിന്റെ ബാറ്ററിയുടെ ഷോർട്ട് സർക്യൂട്ടാകാം അപകട കാരണമായത് എന്നാണ് പ്രാഥമിക നിഗമനം. 24 കൊച്ചി. ഈ മാസം 16 വധശിക്ഷ നടപ്പാക്കാനിരിക്കെ യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം സാധ്യമാകുമെന്നാണ് പ്രതീക്ഷയെന്ന് അമ്മ പ്രേമകുമാരി 24നോട് പറഞ്ഞു. ചർച്ചകളല്ല, വധശിക്ഷ നിർത്തിവെക്കലാണ് പ്രധാനമെന്ന് ആക്ഷൻ കൌൺസിൽ പ്രതിനിധി സാമുവൽ ജെറോമും പറഞ്ഞു. അത്ഭുതം സംഭവിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സാമുവൽ ജെറോം 24നോട് പ്രതികരിച്ചു. ഉദ്യോഗസ്ഥരുടെ ഇടപെടലിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് അമ്മ പ്രേമകുമാരി. സനായിൽ നിന്ന് പ്രേമകുമാരി 24നോട് സംസാരിച്ചു. തീർച്ചയായിട്ടും പ്രതീക്ഷയുണ്ട്. പക്ഷെ ഇപ്പൊ ലാസ്റ്റത്തേതിൽ വല്ലാത്ത വിഷമത്തിലാണ്. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ എന്നുള്ള ഒരു ഇത് ഞാനും തന്നെ 2 ദിവസം 3 ദിവസം ഞാൻ അറിഞ്ഞില്ല. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോ 17, 16, 17 കാലഘട്ടം മുതൽ ഇന്നവരെയും അവിടെ അവൾക്ക് ഇന്നവരെയും അവളെ ഇത്രയും കാത്തുപരിപാലിച്ച ഒരു ദൈവത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നയാളാണ്. തീർച്ചയായിട്ടും ഞാനിവിടെ ഇരുന്നത് തന്നെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിമിഷനെയും കൊണ്ട് നാട്ടിലേക്ക് ചെല്ലണം എന്നുള്ള ഒരു ആഗ്രഹം വെച്ചുകൊണ്ടാണ്. യമനിൽ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ കാണാനുള്ള ശ്രമത്തിലാണ് പ്രേമകുമാരി.
നിമിഷപ്രിയയുടെ മോചനം സാധ്യമാക്കാനുള്ള എല്ലാ വഴികളും തേടുകയാണ് നിമിഷപ്രിയ ആക്ഷൻ കൗൺസിൽ അംഗം സാമുവൽ ജിറോ. Since 2017, I have taken up this case and I have always been optimistic. But today, I am more optimistic. So you need to read between the lines. തലാലിന്റെ കുടുംബവുമായി നേരിട്ട് പലതവണ സംസാരിച്ചെന്ന് സാമുവൽ ജെറോം പറഞ്ഞു. അടിയന്തരമായി സംസ്ഥാന മന്ത്രിതല സംഘം പ്രധാനമന്ത്രിയെ കാണണമെന്ന് കെ.സി. വേണുഗോപാൽ MP ആവശ്യപ്പെട്ടു. വിഷയത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടണമെന്നും കെ.സി. വേണുഗോപാൽ പറഞ്ഞു. അപ്പോൾ ഇനി 4 ദിവസം മാത്രമേ ഉള്ളൂ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ തീരുമാനമെടുക്കാൻ. ഒട്ടും വൈകാതെ നയതന്ത്രതലത്തിൽ സാധാരണ നയതന്ത്ര മാർഗങ്ങൾക്കപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമായിട്ട് ഇതിനെ കണ്ട് പ്രധാനമന്ത്രി ഇതിനകത്ത് ഇടപെടണം. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി തിങ്കളാഴ്ച സുപ്രീംകോടതി പരിഗണിക്കും. കേസിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് സ്ഥിതിവിവര റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചും കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വികസിത കേരളമാണ് BJPയുടെ ലക്ഷ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കണമെന്ന് ആഹ്വാനം ചെയ്ത അമിത്ഷാ കേരളത്തിലെ ജനങ്ങൾ LDFനും UDFനും അവസരം നൽകിയിട്ടും അവർ തിരികെ നൽകിയത് അക്രമ രാഷ്ട്രീയം മാത്രമെന്നും ആരോപിച്ചു. കേരളത്തിൽ BJPക്ക് അവസരം നൽകണമെന്നും തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിലെ നേതൃസംഗമത്തിൽ അമിത്ഷാ പറഞ്ഞു. സംസ്ഥാന സർക്കാരിനെയും LDFനെയും രൂക്ഷമായി വിമർശിച്ചായിരുന്നു അമിത്ഷായുടെ പ്രസംഗം. കേരളത്തിൽ NDA അധികാരത്തിൽ വരും, പ്രീണന രാഷ്ട്രീയം അവസാനിപ്പിച്ചുള്ള വികസനം വരും, BJPയുടെ ലക്ഷ്യം വികസിത കേരളമാണെന്നും അമിത്ഷാ. कम्युनिस्ट पार्टी के लिए केरल का विकास इसके ऊपर कैडर का विकास है और भारतीय जनता पार्टी के लिए कैडर के विकास के ऊपर विकसित केरलम है. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കണമെന്ന് ആഹ്വാനം ചെയ്ത അമിത്ഷാ കേരളത്തിലെ ജനങ്ങൾ LDFനും UDFനും അവസരം നൽകിയിട്ടും അവർ തിരികെ നൽകിയത് അക്രമ രാഷ്ട്രീയം മാത്രമെന്ന് ആരോപിച്ചു. CPIM നേതാക്കൾക്കെതിരായ അഴിമതി ആരോപണങ്ങൾ ഓരോന്നായി അമിത്ഷാ എണ്ണി പറഞ്ഞു. LDF में एक्सप्लोजिव घोटाला, कोऑपरेटिव बैंक का घोटाला, AI कैमरे का घोटाला, विजयंती चिढ़ जाते हैं मगर मुझे तो कहना चाहिए सोने की तस्करी का घोटाला, स्टेट स्पॉन्सर सबसे बड़ा घोटाला पूरे भारत में. BJP സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാൻ തിരുവനന്തപുരത്ത് എത്തിയതായിരുന്നു അമിത്ഷാ. രാവിലെ ഓഫീസ് അങ്കണത്തിൽ വൃക്ഷത്തൈ നട്ട് തുടർന്ന് നാടമുറിച്ച വിളക്ക് കൊളുത്തിയായിരുന്നു ഉദ്ഘാടനം. ന്യൂസ് ശ്രീധർ, 24, തിരുവനന്തപുരം. കീം പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പുറത്തുവിട്ടതിൽ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് കേരള സിലബസിലെ വിദ്യാർത്ഥികൾ. കോടതിയിൽ പോകുമ്പോൾ സംസ്ഥാന സർക്കാർ പിന്തുണ നൽകണമെന്നും വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു. അടുത്ത വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കുന്ന ഫോർമുല നടപ്പാക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. നിലവിലെ കീമിലെ ഘടന CBSE വിദ്യാർത്ഥികൾക്ക് അനുകൂലവും തങ്ങളോട് അനീതി കാണിക്കുന്നതുമാണെന്നുമാണ് കേരള സിലബസിലെ വിദ്യാർത്ഥികളുടെ പരാതി. നിയമം മറ്റുള്ളവർക്ക് ദോഷമാണെന്ന് കാണുമ്പോൾ അത് മാറ്റണം. സർക്കാർ വരുത്തിയ മാറ്റം നീതിയുക്തമായിരുന്നു, എന്നാൽ അത് നടപ്പാക്കാതെ വന്നു. ആദ്യം റാങ്ക് ലിസ്റ്റ് വന്ന് പിന്നീട് പുതുക്കിയ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ പിന്നോട്ട് പോയതിൽ മനോവിഷമം ഉണ്ടായെന്നും വിദ്യാർത്ഥികൾ. സുപ്രീം കോടതിയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന മലയാള ഐക്യവേദി. ഇപ്പോൾ പരിശോധിച്ചപ്പോൾ തെറ്റാണെന്ന് മനസ്സിലായി. അപ്പോൾ അത് തിരുത്താനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും ഒരുപാട് സമയം കടന്നു പോവുകയും ചെയ്തു. ഇനി സർക്കാർ ഇതിൽ ചെയ്യണമെന്ന് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംഘടനയുടെ അഭിപ്രായം എന്ന് പറയുന്നത്, സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള പിന്തുണ വിദ്യാർത്ഥികൾക്ക് ഉറപ്പാക്കണം എന്നുള്ളതാണ്. കീമിൽ സർക്കാരിന് തെറ്റ് പറ്റിയിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. സർക്കാരിനെതിരെ പ്രതിപക്ഷം തെറ്റായ പ്രചരണങ്ങൾ നടത്തുന്നു. അടുത്ത വർഷം ഒരു കോടതിക്കും തള്ളാൻ കഴിയാത്ത തരത്തിൽ ഫോർമുല നടപ്പാക്കുമെന്നും മന്ത്രി ആർ ബിന്ദു. സർക്കാരിന് തെറ്റൊന്നും പറ്റിയിട്ടില്ല, അത് തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് ഇപ്പോൾ നടത്തുന്നത്. അടുത്ത വർഷം എല്ലാ കുട്ടികൾക്കും നീതി ഉറപ്പാക്കാവുന്ന നിലയിൽ തന്നെ ഈ പ്രോസ്പെക്ടസ് നമുക്ക് തയ്യാറാക്കാൻ സാധിക്കും. കോടതിയെ സമീപിക്കാനുള്ള എല്ലാ അവകാശവും വിദ്യാർത്ഥികൾക്കുണ്ടെന്ന് SFI. ചിലരുടെ എതിർപ്പ് പ്രകാരം റാങ്ക് ലിസ്റ്റ് റദ്ദാക്കിയതിൽ കോടതിയെ സമീപിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന്റെ എല്ലാ പിന്തുണയും വേണമെന്നാണ് കേരള സിലബസ് വിദ്യാർത്ഥികളുടെ ആവശ്യം. 24, തിരുവനന്തപുരം. സ്കൂൾ സമയമാറ്റത്തിൽ സമസ്തയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുമ്പോഴും നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന സൂചന നൽകി മന്ത്രി വി ശിവൻകുട്ടി. അരമണിക്കൂർ കൂടുതൽ കുട്ടികൾ പഠിച്ചു എന്ന് കരുതി ആർക്കാണ് നഷ്ടം എന്നാണ് മന്ത്രിയുടെ ചോദ്യം. മതപഠനത്തിന് മറ്റൊരു സമയം കണ്ടെത്തണമെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തിനെതിരെ സമസ്ത രംഗത്തെത്തി.
മുസ്ലിം സംഘടനകളുടെ വിയോജിപ്പ് കണക്കിലെടുത്ത് സ്കൂൾ സമയമാറ്റത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുമ്പോഴും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. അരമണിക്കൂർ നമ്മൾ കുട്ടികൾ കൂടുതൽ പഠിച്ചത് വിചാരിച്ചിട്ട് ആർക്ക് നഷ്ടമുണ്ട്? നമ്മുടെ കുട്ടികൾക്കുള്ള നേട്ടമല്ലേ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. വേറെ എന്തെങ്കിലും ആ സമയം പ്രയോജനപ്പെടുത്തണോ താല്പര്യമുള്ളവർ വേറെ സമയം കണ്ടെത്തണം. അല്ലാതെ കോടതി പറഞ്ഞ സമയം കണ്ടെത്താൻ വേണ്ടി കഴിയില്ല. മതപഠനത്തിന് മറ്റൊരു സമയം കണ്ടെത്തണമെന്ന മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശം സമസ്തയെ ചൊടിപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രി അങ്ങനെ ഒരു പ്രതികരണം നടത്തരുതായിരുന്നുവെന്ന് സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. സമയം വേറെ കണ്ടെത്താന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അത് എല്ലാവർക്കും വേറെ സമയങ്ങൾ കണ്ടെത്താലോ. പിന്നെ അതിന് മറുപടികളൊക്കെ മാന്യമായി പറയണം. ആര് പറയുകയാണെങ്കിലും മനസ്സിലായില്ലേ, ആ ശൈലി ശരിയല്ല എന്ന് മാത്രം. എന്നാൽ ചർച്ച നടത്താനുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശത്തെ സമസ്ത സ്വാഗതം ചെയ്തു. ചർച്ച പരാജയപ്പെട്ടാൽ മാത്രം പ്രക്ഷോഭമെന്ന നിലപാടിലാണ് സമസ്ത. 24 കോഴിക്കോട്. ആലപ്പുഴയിൽ BJP നേതാവിന് വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിച്ചു. നൂർനാട് ഇടപ്പോൺ വിവേകാനന്ദ സ്കൂളിലാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് അനൂപിന് പാദപൂജ നടത്തിയത്. കണ്ണൂരിലും മാവേലിക്കരയിൽ നടന്ന പാദപൂജകളും വിവാദമാവുകയാണ്. പാദപൂജയിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ആലപ്പുഴ നൂറനാട് ഇടപ്പോൺ വിവേകാനന്ദ വിദ്യാപീഠത്തിലാണ് BJP നേതാവിന് പാദപൂജ. BJP ജില്ലാ സെക്രട്ടറിയും നൂറനാട് പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് KK അനൂപിനാണ് വിദ്യാർത്ഥികളെ കൊണ്ട് പൂജ ചെയ്യിച്ചത്. ഗുരുപൂർണിമ ദിനത്തിന്റെ ഭാഗമായി അധ്യാപകരെ ആദരിക്കുന്ന പരിപാടിയിലാണ് BJP നേതാവിനെയും ക്ഷണിച്ചത്. അഭിഭാഷകൻ എന്ന നിലയിലാണ് ക്ഷണമെന്ന് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. കണ്ണൂർ ശ്രീകണ്ഠപുരം വിവേകാനന്ദ വിദ്യാപീഠത്തിലും വിദ്യാർത്ഥികളെ കൊണ്ട് പാദപൂജ ചെയ്യിച്ചു. മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠത്തിലും കുട്ടികളെ കൊണ്ട് അധ്യാപകരുടെ പാദപൂജ ചെയ്യിച്ചിട്ടുണ്ട്. സ്വമേധയാ കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും പോലീസിനോടും വിശദീകരണം തേടി. കുട്ടികളുടെ അന്തസ്സിനും അഭിമാനത്തിനും നിരക്കാതെ അവരിൽ അധമബോധം വളർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് കുട്ടികളെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിക്കുന്നത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. കമ്മീഷൻ ഏതായാലും ഈ കാര്യത്തിൽ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസറോടും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസറോടും കൺസേൺഡ് SHOയോടും റിപ്പോർട്ട് അടിയന്തരമായി ഫയൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ റിപ്പോർട്ട് തേടിയെന്നും കാല് കഴുകിക്കൽ കേരളത്തിലെ രീതിയല്ലെന്നും പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ഏത് വിദ്യാലയമായിരുന്നാലും കുട്ടികളെ കൊണ്ട് കാല് കഴിപ്പിക്കുന്നത് കേരളത്തിൻ്റെ സംസ്കാരമല്ല. അതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാവ്യവൽക്കരണ ശ്രമമാണ് നടക്കുന്നതെന്ന് SFI ആരോപിച്ചു. പരിപാടി നടന്ന സ്കൂളിലേക്ക് SFI തിങ്കളാഴ്ച പ്രതിഷേധ മാർച്ച് നടത്തും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. മണ്ണാർക്കാട് CPIM ഏരിയ കമ്മിറ്റി ഓഫീസിന് നേരെ പടക്കമെറിഞ്ഞ പ്രതി കസ്റ്റഡിയിൽ. അഷ്റഫ് കല്ലടി എന്നയാളാണ് കസ്റ്റഡിയിലുള്ളത്. ഏരിയ സെക്രട്ടറിയെ ലക്ഷ്യം വെച്ചാണ് ആക്രമണം ഉണ്ടായതെന്നാണ് CPIMന്റെ ആരോപണം. അയാൾ ഇവിടെ കയറി വന്നിട്ട് ചോദിച്ചത് പാർട്ടി AC സെക്രട്ടറി ഇവിടെ. അപ്പൊ AC സെക്രട്ടറി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ AC സെക്രട്ടറിയെ ആക്രമിക്കാനാണ്. AC സെക്രട്ടറി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സാധനം വെച്ചിരുന്നു പൊട്ടിച്ചത്. അത് ചെറിയ സംഭവമല്ലല്ലോ. ഇയാൾ എന്തിനിത് ചെയ്തു? ആരെ ഇയാളെ കൊണ്ട് നിയോഗിച്ചു? AC സെക്രട്ടറി അപ്പൊ സ്ഥലത്തുണ്ടായിരുന്നെങ്കിലോ, ഞങ്ങളുടെ പാർട്ടി സെക്രട്ടറിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? അപ്പൊ ആ രൂപത്തിൽ നിങ്ങൾ ആ സംഭവത്തെ കാണും. ഡോക്ടർ ശശി തരൂർ MPക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ് മുഖപത്രം വീക്ഷണം. പ്രധാനമന്ത്രിയെ പ്രശംസിച്ചുള്ള ശശി തരൂരിന്റെ വാഴ്ത്തുപാട്ട് അവസരവാദമാണെന്നാണ് വിമർശനം. അതിനിടെ ശശി തരൂരിനെതിരായ കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നേതൃത്വം ഇടപെട്ട് പിൻവലിപ്പിച്ചു. KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാമാണ് വീക്ഷണത്തിലൂടെ ഡോക്ടർ ശശി തരൂർ MPക്കെതിരെ ലേഖനം എഴുതിയത്. ട്രംപിന് മുന്നിൽ ശശി തരൂരിന്റെ നീക്കങ്ങൾ തകർന്നടിഞ്ഞു. തരൂരിന്റെ സന്ദർശനത്തിന് പിന്നാലെ എത്തിയ പാക് സൈനിക മേധാവി അസീം മുനീറിന് വൈറ്റ് ഹൌസിൽ ചുവപ്പ് പരവതാനി വിരിച്ച് രാജകീയ സ്വീകരണം നൽകിയെന്നും ലേഖനത്തിൽ വിമർശിച്ചു. ഇന്ദിരാഗാന്ധിക്കെതിരായ വിമർശനങ്ങൾക്കും ലേഖനത്തിൽ മറുപടി പറയുന്നു. നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്ന തരൂരിന്റെ വാഴ്ത്തുപാട്ട് അവസരവാദപരമെന്നും കുറ്റപ്പെടുത്തൽ. അതിനിടെ കോൺഗ്രസ് ഡിജിറ്റൽ മീഡിയ സെൽ തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ നഹാസ് ശശി തരൂരിനെ വിമർശിച്ച് ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തി. യുദാസിനേക്കാൾ വലിയ വഞ്ചകനായി തരൂർ മാറുന്നു എന്ന പോസ്റ്റ് നേതൃത്വം ഇടപെട്ട് പിൻവലിച്ചു. ഇപ്പോൾ ശശി തരൂരിൻ്റെ നിലപാടുകൾ മോദി സ്തുതിയും RSSനും BJPക്ക് അനുകൂലമായി മാറുന്നുണ്ട്. അത് നമ്മളെ കണക്കുള്ള സാധാരണ പ്രവർത്തകർക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട്. ഒന്നുകിൽ അദ്ദേഹം കോൺഗ്രസിൽ നിൽക്കുക, അല്ലെങ്കിൽ അദ്ദേഹം BJPയിലേക്ക് പോവുക. ഈ രണ്ട് വള്ളത്തിലും കൂടി കാല് ചവിട്ടിക്കൊണ്ട് സാധാരണ പ്രവർത്തകരെയും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളെയും കൊഞ്ഞനം കുത്തരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ശശി തരൂരിനെതിരെ ഹൈക്കമാൻഡിന് പരാതി നൽകണമെന്നതാണ് കേരളത്തിലെ ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. പാർട്ടിയെ പൂർണ്ണമായും തള്ളിപ്പറയുന്നതുവരെ കാത്തിരിക്കണമെന്ന അഭിപ്രായമുള്ളവരുമുണ്ട്. 24 തിരുവനന്തപുരം.
നീറ്റിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ച് പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ. ദേശീയതലത്തിൽ മുന്നിൽ റാങ്ക് നേടിയ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള വിജയികൾക്ക് സ്വർണ്ണ മെഡലുകളും സ്കോളർഷിപ്പുകളും സമ്മാനിച്ചു. നീറ്റ് കീം പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിനായാണ് ബ്രില്യന്റ് മെഡിക്കൽ വിക്ടറി ഡേ മെഡികോൺകർ 2025 സംഘടിപ്പിച്ചത്. അങ്കമാലി അഡ്ലക്സ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന തലത്തിൽ 1ാം റാങ്ക് കരസ്ഥമാക്കിയ ദീപ്നിയ DB, 2ാം റാങ്ക് നേടിയ ഷെഫിൻ മൻസൂർ KP, 3ാം റാങ്ക് ലഭിച്ച സബീഹ ബായ് എന്നിവരെയും കീം പരീക്ഷയിൽ 2ാം സ്ഥാനം നേടിയ ഹരികിഷൻ ബൈജുവിനെയും ചടങ്ങിൽ ആദരിച്ചു. മന്ത്രി MP രാജേഷ്, ബെന്നി ബെഹനാൻ MP, റോജി M ജോൺ MLA, തൃശൂർ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS, KSCRC ചെയർമാൻ TK ജോസ് IAS, CBSE സ്കൂൾ ദേശീയ സെക്രട്ടറി ജനറൽ ഡോക്ടർ ഇന്ദിര രാജൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. സംസ്ഥാന തലത്തിൽ 1ാം സ്ഥാനം നേടിയ ദീപ്നിയ DPക്ക് 25 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും ഗോൾഡ് മെഡലും സമ്മാനിച്ചു. കീം പരീക്ഷയിൽ 2ാം റാങ്ക് നേടിയ ഹരികിഷൻ ബൈജുവിന് 5 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പും ഗോൾഡ് മെഡലും. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് കോടിക്കണക്കിന് രൂപയുടെ ക്യാഷ് അവാർഡുകളും ഗോൾഡ് മെഡലുകളും സമ്മാനിച്ചു. ജനപ്രതിനിധികളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് 24. മിൽമ റിഫ്രഷ് വെജ് ആൻഡ് നോൺ വെജ് ഭക്ഷണശാല തൃശൂർ രാമവർമ്മപുരത്ത് തിങ്കളാഴ്ച പ്രവർത്തനം തുടങ്ങും. മിൽമ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, ചൈനീസ് വിഭവങ്ങളടക്കം ലഭ്യമാകുന്ന ഭക്ഷണശാലയിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യവും കുട്ടികൾക്കുള്ള കളിസ്ഥലവും ഒരുക്കിയിട്ടുണ്ട്. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. മിൽമയുടെ പുതിയ സംരംഭമായ മിൽമ മിലി കാർട്ടിന്റെ താക്കോൽദാനം ചെയർമാൻ KS മണി നിർവഹിക്കും. റെസ്റ്റോറന്റ് പ്രോജക്ട് ധാരണാപത്രം MD ആസിഫ് K യൂസഫ് കൈമാറും. എറണാകുളത്ത് വീണ്ടും ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പ്. യൂണിയൻ ബാങ്കിന്റെ പേരിലുള്ള വ്യാജ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് യുവാവിന്റെ 4 ലക്ഷം രൂപ തട്ടിയെടുത്തു. ഷെയർ ട്രേഡിംഗിലൂടെ അധിക വരുമാനം വാഗ്ദാനം ചെയ്ത് തൃക്കാക്കര സ്വദേശിയിൽ നിന്ന് 16 ലക്ഷം രൂപ തട്ടിയെന്നും പരാതിയുണ്ട്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന്റെ ന്യൂജൻ വഴികൾ തേടുകയാണ് തട്ടിപ്പ് സംഘങ്ങൾ. എറണാകുളത്ത് യൂണിയൻ ബാങ്കിന്റെ പേരിൽ വ്യാജ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാണ് അബ്ദുൾ ജലീൽ എന്ന യുവാവിന്റെ 4,03,000 രൂപ തട്ടിയെടുത്തത്. വീട് പണിക്കും ഭാര്യയുടെ പ്രസവത്തിനുമായി PF പിൻവലിച്ചും ലോണെടുത്തും കടം വാങ്ങിയും കൂട്ടിവെച്ച തുകയാണ് നഷ്ടമായത്. ജലീലിന്റെ ഫോൺ ഹാക്ക് ചെയ്താണ് തട്ടിപ്പ് സംഘം OTP ഉൾപ്പെടെയുള്ള വിവരങ്ങൾ കൈക്കലാക്കി 3 തവണകളായി പണം പിൻവലിച്ചത്. ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടതാണ്. അതിനുള്ള പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൻ്റെ അകത്ത് 2 ദിവസം മുമ്പ് വാട്സപ്പ് വഴിയോ SMS വഴിയോ ഞാൻ അറിയില്ല, അവർ പറയുന്നതാണ് വഴിയോ എനിക്ക് യൂണിയൻ ബാങ്കിൻ്റെ വ്യോം ആപ്പ്, ഞാൻ ഉപയോഗിക്കുന്ന ആപ്പിൻ്റെ സെയിം അതേ പിക്ചറിൽ ഒരു വ്യത്യാസവും ഇല്ലാതെ മറ്റൊരു ആപ്പ് വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്നലെ അനിയന് വേണ്ടിയിട്ട് ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ വേണ്ടി ഞാൻ അറിയാതെ അതിൽ അറിയില്ലല്ലോ അത് ഒറിജിനലാണെന്ന് കരുതി അതിൻ്റെ മുകളിൽ തൊട്ടതാവാം ഇത് ഹാക്ക് ചെയ്യപ്പെട്ടത്. സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്തപ്പോൾ എൻ്റെ IFSC കോഡ് അക്കൗണ്ട് നമ്പർ അവർക്ക് കാണാൻ പറ്റുകയും പിന്നീട് 1 മണിക്കൂർ കഴിയും എനിക്ക് ഒരു OTP വരികയും പൈസ പോവുകയും OTP വരികയും പൈസ പോവുകയും. സൈബർ സെല്ലിന് പരാതി നൽകിയെങ്കിലും അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതായി ജലീൽ ആരോപിച്ചു. ഷെയർ ട്രേഡിംഗിലൂടെ അധിക വരുമാനം വാഗ്ദാനം ചെയ്തായിരുന്നു എറണാകുളത്ത് മറ്റൊരു ഓൺലൈൻ തട്ടിപ്പ് നടന്നത്. തൃക്കാക്കര സ്വദേശിക്ക് നഷ്ടമായത് 16.33 ലക്ഷം രൂപ. മഹാരാഷ്ട്ര സ്വദേശികളാണ് തട്ടിപ്പിന് പിന്നിൽ. 6 തവണകളായാണ് പണം വാങ്ങിയെടുത്തത്. പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. 24 കൊച്ചി. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. വയനാട് മുള്ളൻകൊല്ലി കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വികസന സെമിനാറിൽ വാക്കേറ്റവും കയ്യാങ്കളിയും. DCC പ്രസിഡന്റ് ND അപ്പച്ചനുമായി പ്രാദേശിക നേതാക്കളാണ് വാക്കേറ്റം നടത്തിയത്. ഇവിടെ മണ്ഡലം കമ്മിറ്റിയിൽ ഏറെ നാളായി സംഘടനാ തർക്കം രൂക്ഷമാണ്. വയനാട് മുള്ളൻകൊല്ലിയിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി വികസന സെമിനാറിനിടെയാണ് കയ്യാങ്കളി. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായ യോഗത്തിനിടെയാണ് ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും DCC പ്രസിഡന്റ് ND അപ്പച്ചനുമായി വാക്കേറ്റമുണ്ടായത്. മുള്ളൻകൊല്ലി മണ്ഡലം പ്രസിഡന്റിനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം പ്രവർത്തകർ നേതൃത്വത്തെ സമീപിച്ചിരുന്നു. എന്നാൽ ND അപ്പച്ചനുമായി അടുത്ത ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ് നിലവിലെ മണ്ഡലം പ്രസിഡന്റ്. ഇതിൽ IC ബാലകൃഷ്ണൻ ഗ്രൂപ്പിനും KL പൗലോസ് ഗ്രൂപ്പിനും എതിർപ്പുകളുണ്ടായിരുന്നു. ഈ തർക്കമാണ് ഇന്ന് സംഘർഷത്തിൽ കലാശിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഘട്ടത്തിൽ ഉൾപാർട്ടി പോര് കോൺഗ്രസിന് വയനാട്ടിൽ വലിയ ക്ഷീണമുണ്ടാക്കിയേക്കും. 24 വയനാട്. 24 പൂർത്തിയാവുന്നു. നമസ്കാരം.